Hello students, welcome back to Bosco Campus session. In the previous session, we discussed the various steps involved in developing an e-commerce website. So now we are moving on to the next topic, that is venture capital and stages of financing. So in this session, we will look into the meaning of venture capital, definition of a venture capital company, and the various stages of venture capital financing. സോ ലോഞ്ചിങ് എ സക്സസ്ഫുൾ ഓൺലൈൻ ബിസിനസ്സിലെ ഫോർത്ത് സ്റ്റെപ്പായ ഫണ്ടിങ് ഓഫ് ബിസിനസ്സിൽ വരുന്ന ഒരു മെയിൻ കൺസെപ്റ്റാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ വെഞ്ചർ ക്യാപിറ്റൽ? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇക്വിറ്റി ഫിനാൻസിങ്. ദ ടേം വെഞ്ചർ ക്യാപിറ്റൽ റെപ്രസെൻറ്റ്സ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ഹൈലി റിസ്കി പ്രോജക്റ്റ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് എ ഹയർ റിട്ടേൺ. സോ ബേസിക്കലി ഇതൊരു ഇക്വിറ്റി മോഡ് ഓഫ് ഫിനാൻസിങ് ആണ്. പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ ചില ഇൻവെസ്റ്റേഴ്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനാണ് മെയിനായിട്ടും വെഞ്ചർ ക്യാപിറ്റൽസ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഭാവിയിൽ ഈ കമ്പനി വളർന്നേക്കാം. ഇപ്പം കുറച്ച് റിസ്ക് എടുത്താലും ഭാവിയിൽ കമ്പനി വളരുമ്പോൾ ഹയർ റിട്ടേൺ സെക്യൂർ ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ആ കമ്പനിയുടെ ആക്ച്വൽ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ടാണ് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പിന്നീട് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ആണ് അവർക്ക് ഇൻ റിട്ടേൺ നൽകുന്നത്. സോ ഇതുപോലെ പല സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളും അവരുടെ കയ്യിലെ പേഴ്സണൽ ഫണ്ട് തികയാതെ വരുമ്പോൾ പിന്നീട് സമീപിക്കുന്ന ഒരു സോഴ്സ് ഓഫ് ഫിനാൻസിങ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ ഡെഫിനിഷൻ ഓഫ് എ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി. A financing institution which joins an entrepreneur as a co-promoter in a project and shares the risk and rewards of the enterprise. സോ ഇതാണ് ഒരു വെഞ്ചർ ക്യാപിറ്റൽ കമ്പനിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ അവർ ആ എൻ്റർപ്രണറിന് വേണ്ടുന്ന ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ആ പ്രോജക്റ്റിൽ ഒരു കോ പ്രൊമോട്ടറായിട്ട് ജോയിൻ ചെയ്യും. എന്നിട്ട് ആ ഒരു ബിസിനസ് എൻ്റർപ്രൈസിൽ നിന്ന് കിട്ടുന്ന പലതരം റിവാർഡ്സും അതുപോലെ തന്നെ റിസ്ക്കും ഈക്വലി ഷെയർ ചെയ്യും. ഇനിയിപ്പോൾ ഇൻ കേസ് ആ ഒരു ബിസിനസ് കൺസേൺ ഒന്ന് ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി എടുക്കുന്ന ഒരു മെയിൻ റിസ്ക് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ അൺസർട്ടൺ ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷനിലാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി ഈ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ഹൈലി റിസ്കിയാണ്. So this is all about the basic meaning of a venture capital and the definition of venture capital company. So next we will look into the stages of venture capital financing. So there are mainly two stages of venture capital financing, that is the early stage financing and the later stage financing. സോ രണ്ട് തരത്തിലുള്ള ഫിനാൻസിങ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഏർലി സ്റ്റേജ് ഫിനാൻസിങ്ങും രണ്ടെന്ന് പറയുന്നത് ലേറ്റർ സ്റ്റേജ് ഫിനാൻസിങ്ങും. സോ ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പുതിയ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡെവലപ്പ് ആവുന്നതിന് മുമ്പുള്ള സ്റ്റേജിനാണ് നമ്മൾ ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ബിസിനസ് എൻ്റർപ്രൈസ് എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷമുള്ള സ്റ്റേജിനാണ് ലേറ്റർ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഈ ഏർലി സ്റ്റേജിലും ലേറ്റർ സ്റ്റേജിലും പലതരത്തിലുള്ള ഫിനാൻസിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഏർലി സ്റ്റേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ഫിനാൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സീഡ് ക്യാപിറ്റൽ, സെക്കൻഡ് വൺ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ ആൻഡ് ദ തേർഡ് വൺ ഇസ് സെക്കൻഡ് റൗണ്ട് ഫിനാൻസ്. സോ മൂന്ന് രീതിയിലുള്ള ഫിനാൻസ് ആണ് ഏർലി സ്റ്റേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്: സീഡ് ക്യാപിറ്റൽ, സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ ആൻഡ് ദ സെക്കൻഡ് റൗണ്ട് ഫിനാൻസ്. ഇനി ലേറ്റർ സ്റ്റേജ് ഫിനാൻസിങ് ആണ്. അവിടെ മെയിനായിട്ടും 5 ടൈപ്പ് ഓഫ് ഫിനാൻസിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഡെവലപ്മെൻറ്റ് ഫിനാൻസ്, എക്സ്പാൻഷൻ ഫിനാൻസ്, റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ, ടേൺ അറൗണ്ട് ഫിനാൻസ് ആൻഡ് ബൈ ഔട്ട് ഫിനാൻസ്. സോ ഒരു കമ്പനിയുടെ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ അതിൻ്റെ വെൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്റ്റേജ് വരെ പല ഫേസസിലായിട്ടാണ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഓരോ സ്റ്റേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻസിനെ നമ്മൾ ഓരോ പേര് വെച്ചാണ് പറയുന്നത്. സോ മോണിറ്ററി രീതിയിൽ മാത്രമല്ല ഇവിടെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലാതുള്ള നോൺ മോണിറ്ററി രീതികളുണ്ട്. അതായത് ബെറ്റർ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, ടെക്നിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. സോ ഒരു കമ്പനി വെൽ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ മോണിറ്ററിയും നോൺ മോണിറ്ററിയുമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരു വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. So in this session we will discuss in detail about the early stage financing. So coming to the early stage financing, the first one is seed capital. So in the initial stage, finance is needed for developing a product. Research and development activities are required for converting a new idea into a product. സോ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഫണ്ടാണ് വേണ്ടുന്നത്. സോ ഈ ബിസിനസ്സിന് പ്രധാനമായിട്ട് ഒരു ഐഡിയ ഉണ്ടാകും. സോ ഈ ഐഡിയ ആ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ പലതരം ആക്ടിവിറ്റീസും ഇൻവോൾവ് ആണ്.
സോ അത്തരത്തിൽ വരുന്ന ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ഏഞ്ചൽ ഫണ്ട് ഓർ സീഡ് മണി. സോ സീഡ് ക്യാപിറ്റലിൻ്റെ വേറെ രണ്ട് പേരുകളാണ് ഏഞ്ചൽ ഫണ്ട് അല്ലെങ്കിൽ സീഡ് മണി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മെയിൻലി പ്രൊവൈഡഡ് ഫോർ ട്രാൻസ്ലേറ്റിംഗ് ആൻ ഐഡിയ ഇൻ ടു എ ബിസിനസ് പ്രൊപ്പോസിഷൻ. And it seems to be very risky as there is no guarantee for the success of the concept, idea or the project. സോ ഇതാ ബിസിനസ് കൺസേണിൻ്റെ വെരി ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് വളരെ റിസ്ക്കിയാണ്. ബിക്കോസ് ഈ ഒരു കൺസെപ്റ്റ് സക്സസ് ആവുമോ അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഒരു ഭാഗ്യപരീക്ഷണം പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻസ് ആണ് സീഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഏഞ്ചൽ ഫണ്ട് എന്ന് പറയുന്നത്. Next one is startup capital. Startup refers to the stage where a new activity is launched. This is the stage when commercial manufacturing has to commence. സോ ആ ബേസിക് ഐഡിയ ഒരു പ്രോഡക്റ്റ് രൂപത്തിലേക്കായി മാറിക്കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. സോ ഒരു പുതിയ ആക്ടിവിറ്റി ലോഞ്ച് ചെയ്യുക, അത് തന്നെയാണ് സ്റ്റാർട്ടപ്പ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സ്റ്റേജിൽ കൊമേഴ്ഷ്യൽ മാനുഫാക്ചറിങ് കമൻസ് ചെയ്തിരിക്കണം. അതായത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആക്ച്വൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. And the European Venture Capital Association defines this startup capital as the capital needed to finance the product development, initial marketing and the establishment of product facilities. So European Venture Capital Association startup capital define ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. It is the capital needed to finance the product development, initial marketing and the establishment of product facilities. പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ഇനിഷ്യൽ മാർക്കറ്റിങ്ങിനും പിന്നെ അതുപോലെ തന്നെ പല പ്രോഡക്റ്റ് ഫെസിലിറ്റീസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഫിനാൻസിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾസോ എ റിസ്കി സ്റ്റേജ് ഓഫ് ഫിനാൻസിങ് ആസ് ദ പ്രോഡക്റ്റ് ആൻഡ് ദ ഓൺടർപ്രണർ ആർ ന്യൂ. സോ സീഡ് ക്യാപിറ്റൽ പോലെ തന്നെ റിസ്കി ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ കൊണ്ടുവരുന്ന പ്രോഡക്റ്റും അത് കൊണ്ടുവന്ന ഓൺടർപ്രണറും എല്ലാം തന്നെ പുതിയ ആൾക്കാരാണ്. സോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സക്സസും ഫ്യൂച്ചർ ആക്ടിവിറ്റീസിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജ് ഓഫ് ഫിനാൻസിങ് വളരെ റിസ്കി ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫിനാൻസിങ് ഇൻ ദ ഏർലി സ്റ്റേജ് ഫിനാൻസിങ് ഈസ് സെക്കൻഡ് റൗണ്ട് ഫിനാൻസ്. It is required when the product has been launched in the market but has not earned enough profit to attract new investors. Additional funds are needed at this stage to meet the growing business needs. So പ്രോഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അതിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിഞ്ഞില്ല. സോ അത് മിക്ക സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു സ്റ്റേജിൽ വേണ്ടുന്ന ഫിനാൻസിനാണ് സെക്കൻഡ് റൗണ്ട് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ ബിസിനസ് തുടരണമെങ്കിൽ ഇനിയും ഒത്തിരിയധികം ആവശ്യങ്ങളുണ്ട്. സോ ആ ഒരു സ്റ്റേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ ഫണ്ട്സിനെയാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് ഫിനാൻസ് എന്ന് പറയുന്നത്. ദിസ് സ്റ്റേജ് ഇസ് ഓൾസോ നോൺ ആസ് ദ ഫ്ലെഡ്ജിങ് സ്റ്റേജ്. സോ കമ്പനിക്ക് ജസ്റ്റ് ഒരു ചിറക് വെക്കുന്ന പോലത്തെ ഒരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ ഫ്ലെഡ്ജിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. കമ്പനി തുടർന്ന് പറക്കണമെങ്കിൽ ഇനിയും കുറേ അഡീഷണൽ ഫണ്ട്സ് ആവശ്യമായിട്ടുണ്ട്. So these additional capital supplied by the venture capital funds to overcome this fledging stage is called second round financing. So ഈ ഒരു ഫ്ലെഡ്ജിങ് സ്റ്റേജ് ഓവർകം ചെയ്യാനുള്ള ഫിനാൻസ് ആയിട്ട് നമുക്ക് ഈ സെക്കൻഡ് റൗണ്ട് ഫിനാൻസിങ്ങിനെ കണക്കാക്കാം. So these are the three major type of financing involved in the early stage of venture capital financing, that is seed capital, startup capital and second round finance. സോ ഇനിയുള്ളത് ലേറ്റർ സ്റ്റേജ് ഫിനാൻസിങ് ആണ്. അത് നമ്മൾ കമ്മിങ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇൻ ദിസ് സെഷൻ വി ഡിസ്കസ്ഡ് ദ മീനിങ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്, ദ ഡെഫിനിഷൻ ഓഫ് എ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി ആൻഡ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് and seed capital, startup capital and second round finance which comes under the early stage of venture capital financing. Hope all are clear with the topic. Thank you.